എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. നമ്മൾ വീണ്ടും രാമകഥയിലേക്ക് പ്രവേശിക്കുകയാണ്. കുറച്ച് കാലമായിട്ട് നമ്മൾ വാൽമീകി രാമായണത്തിൻ്റെ വീഡിയോ അപ്ലോഡിങ് നിർത്തിവെച്ചതായിരുന്നു ചില പ്രത്യേക കാരണങ്ങളാൽ. ഇനി നമ്മൾ വീണ്ടും അത് പുനഃസ്ഥാപിക്കുകയാണ്. നമ്മൾ 22ാമത്തെ സർഗത്തോടു കൂടി വീണ്ടും തുടങ്ങുകയാണ്. 21ാം സർഗം നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 22ാമത്തെ സർഗത്തിൽ പരാമർശിക്കപ്പെടുന്ന വിഷയം ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയപുത്രനായിരിക്കുന്ന സീമന്തപുത്രനായിരിക്കുന്ന രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മുനിയുടെ അഭ്യർത്ഥന പ്രകാരം യാഗരക്ഷയ്ക്കായി പറഞ്ഞുവിടുന്ന രംഗത്തോടെയാണ് ഈ സർഗം ആരംഭിക്കുന്നത്. നിങ്ങൾക്കറിയാം, വിശ്വാമിത്ര മുനി കുശിക പുത്രൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. അദ്ദേഹം ദശരഥന്റെ സന്നിധിയിൽ വന്ന് മാരീചൻ മുതലായ നിശാചരന്മാർ തൻ്റെ യാഗം നശിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ രക്ഷയ്ക്കായിട്ട് രാമനെ പറഞ്ഞു വിടണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ആദ്യം എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞ ദശരഥ മഹാരാജാവ് മാനസികമായി അതൃപ്തിപ്പെടുന്നു. മാനസികമായി അദ്ദേഹം ദുഃഖിക്കുന്നു. അത് കണ്ടു മനസ്സിലായിരിക്കുന്ന കുലഗുരുവായിരിക്കുന്ന വസിഷ്ഠൻ ഈ വിശ്വാമിത്ര മുനി ആരാണ് എന്ന് വ്യക്തമായി ദശരഥ മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നതോടുകൂടി രാമനെയും ലക്ഷ്മണനെയും യാഗരക്ഷയ്ക്കായി പറഞ്ഞുവിടാൻ തയ്യാറാവുന്നു. അങ്ങനെ യാത്ര ആരംഭിക്കുന്നു. 3 പേരും വിശ്വാമിത്ര മുനിയുടെ പുറകിൽ രാമനും ലക്ഷ്മണനും അനുഗമിക്കുന്നു. അവര് സരയൂ നദിയുടെ തീരത്തിലൂടെ യാത്ര ചെയ്യുന്നു. ഏതാണ്ട് 1.5 യോജന ദൂരം പിന്നിട്ടപ്പോൾ വിശ്വാമിത്ര മുനി രാമനോട് പറയുന്നു. എന്താ പറയുന്നത്? ഉണ്ണി രാമ, സരയൂ നദിയിലിറങ്ങി അല്പം ജലം കയ്യിലെടുക്കൂ. എന്നിട്ട് ഞാൻ പറയുന്ന മന്ത്രം ഏറ്റുചൊല്ലി മന്ത്രസിദ്ധി വരുത്തൂ. ആ മന്ത്രസിദ്ധി എന്താണെന്നല്ലേ? അതിൻ്റെ പേരാണ് ബല എന്നും അതിബല എന്നും. ഈ ബല അതിബല എന്ന് പറയുന്ന മന്ത്രം ബ്രഹ്മാവിൻ്റെ പുത്രിമാരാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതീവ നിഗൂഢമായിരിക്കുന്ന ഈ മന്ത്രസിദ്ധിയെക്കുറിച്ച് ആധുനിക പാശ്ചാത്യ രാജ്യം പോലും ചർച്ച ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. കാരണം ബഹിരാകാശ യാത്രയിൽ ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന ഒരു ഘടകമായിരിക്കും ഇങ്ങനെയൊരു മന്ത്രസിദ്ധി സയൻറ്റിസ്റ്റിന് കിട്ടുകയായിരുന്നെങ്കിൽ. കാരണം അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ മലമൂത്ര വിസർജാദികളുടെ പ്രശ്നങ്ങളാണ്, ഗ്രാവിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെ വിശ്വാമിത്ര മുനി രാമനും ലക്ഷ്മണനും ഉപദേശിച്ച ഈ പ്രത്യേക രഹസ്യമായിരിക്കുന്ന മന്ത്രസിദ്ധി, ആ മന്ത്രം ജപിച്ചാൽ എന്താണ്, അല്ലെങ്കിൽ ആ മന്ത്രസിദ്ധി കിട്ടിയാൽ എന്താണ്? ശരീരത്തിന് പുഷ്ടിയും തുഷ്ടിയും കൂടും, വിശപ്പുണ്ടാവില്ല, ദാഹമുണ്ടാവില്ല, ക്ഷീണമുണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ ശാരീരിക രക്ഷ മാത്രം എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഏതെങ്കിലും രാക്ഷസന്മാർ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിൽ നിന്ന് പോലും രക്ഷപ്പെടാനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഈ മന്ത്രം എന്നൊക്കെ വിശ്വാമിത്ര മുനി പറയുന്നു. അങ്ങനെ സരയൂ നദിയിൽ ഇറങ്ങിയ രാമനും ലക്ഷ്മണനും ജലം കയ്യിലെടുക്കുന്നു. വിശ്വാമിത്ര മുനി പറഞ്ഞ മന്ത്രം ഏറ്റുചൊല്ലുന്നു. അങ്ങനെ ആ മന്ത്രസിദ്ധിയെ അവർ നേടുന്നു. ഇത്രയും ഭാഗമാണ് ഈ 22ാമത്തെ സർഗത്തിൽ പരാമർശിക്കുന്നത്. തുടർന്ന് ആ സരയൂ നദിക്കരയിൽ തന്നെ അവർ ദർഭപ്പുല്ല് വിരിക്കുകയും അന്ന് രാത്രി അവർ ആ 3 പേരും അവിടെയുള്ള വൃക്ഷച്ചുവട്ടിൽ സുഖമായി ഉറങ്ങുന്നു. ഇത്രയും ഭാഗമാണ് 22ാമത്തെ സർഗത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ബാക്കി അടുത്ത വീഡിയോയിൽ.